ഗായ്സ്, നമ്മൾ ഇന്ന് ട്രെയിനിൽ യാത്ര ചെയ്തു പോകുന്നത് എവിടേക്കാണെന്ന് പറയുന്നത് ഹംഗറിയുടെ അകത്ത് തന്നെ കുറേ ബ്യൂട്ടിഫുൾ പ്ലേസസ് ഉണ്ട്. അതിലൊരു പ്ലേസായ എസ്ട്രഗോം എന്ന് പറയുന്ന ഒരു ഓൾഡസ്റ്റ് സിറ്റിയിലേക്കാണ് നമ്മുടെ യാത്ര. നമ്മൾ താമസിക്കുന്ന ബുഡാപെസ്റ്റിൽ നിന്ന് 1 മണിക്കൂർ ദൂരമാണ് ഈ സിറ്റിയിലേക്കുള്ളത്. എസ്ട്രഗോം ഹംഗറിയുടെ പഴയ തലസ്ഥാനമായിരുന്നു. സ്ലോവേക്കിയ ആയിട്ട് ബോർഡർ പങ്കിടുന്ന ഒരു പ്രത്യേകതയും ഈ സിറ്റിക്കുണ്ട്. അപ്പോൾ നമുക്ക് സ്ഥലങ്ങൾ കാണാൻ പോയാലോ? There's one beautiful church on the way to Basilica. It's not really open for the tourists. Only at the time of Holy Mass പള്ളി ഓപ്പൺ ആക്കാറുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഉൾഭാഗം കാണാൻ പറ്റിയില്ല. ചർച്ച് ഓഫ് സെയിൻറ്റ് ആനി അഥവാ റൗണ്ട് ചർച്ച് എന്നാണ് ഈ പള്ളി അറിയപ്പെടുന്നത്. ഗ്രേറ്റ് സിമിലാരിറ്റീസ് വിത്ത് അവർ എസ്ട്രഗോം ബസിലിക്ക എന്നത് നമ്മളെ ഞെട്ടിച്ചൊരു കാര്യമായിരുന്നു. അങ്ങനെ ചർച്ച് കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ ഓൾഡ് ടൗണിലെത്തി. കുറേ കളർഫുൾ ബിൽഡിങ്സും ബ്യൂട്ടിഫുൾ ഗാർഡൻസും നാരോ സ്ട്രീറ്റ്സുമാണ് ഇവിടുത്തെ പ്രത്യേകത. വളരെ ശാന്തമായിരുന്ന ഈ ഓൾഡ് ടൗൺ എനിക്കിഷ്ടപ്പെട്ടു. വളരെ ഭംഗിയുള്ളൊരു ആർട്ടിസ്റ്റിക് സ്കൾപ്ചറൽ ഫൗണ്ടെയിനൊക്കെ നമുക്കിവിടെ കാണാം. ഇവിടുന്ന് നമ്മൾ നേരെ നടക്കുന്നത് ഈ എസ്ട്രഗോമിൻ്റെ തന്നെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള എസ്ട്രഗോം ബസിലിക്കയിലേക്കാണ്. അപ്പം നമ്മൾ പോകുന്ന വഴിയിൽ കാണുന്ന കാഴ്ചകളാണ്. വളരെ ഉയരത്തിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. വലിയൊരു കയറ്റമൊക്കെ കയറിയിട്ട് വേണം നമുക്ക് മെയിൻ എൻട്രൻസിലെത്താൻ. കുറേ പുരാതന പള്ളിമണികളൊക്കെ ഇരുവശങ്ങളിലായിട്ട് ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ബസിലിക്കയിലെത്തി. എന്തുകൊണ്ടാണ് ഈ ചർച്ച് മെയിൻ അട്രാക്ഷൻ ആയത്? ദിസ് ഈസ് ദി ലാർജസ്റ്റ് ചർച്ച് ഇൻ ഹംഗറി. ബസിലിക്ക ഓഫ് ബ്ലെസ്ഡ് വെർജിൻ മേരി ആൻഡ് സെയിൻറ്റ് അഡൽബർട്ട് എന്നാണ് ഈ ബസിലിക്കയുടെ ഫുൾ നെയിം. കൂടാതെ ഇത് ഹംഗറിയുടെ മദർ ചർച്ചായും അറിയപ്പെടുന്നുണ്ട്. അൽത്താരയ്ക്ക് പുറകിലുള്ള ഈ മാതാവ് സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുന്ന ചിത്രം ഒരു വലിയ ഒറ്റ ക്യാൻവാസ് ചിത്രമാണ്. അതും വളരെ പ്രശസ്തമാണ്. ഒരുപാട് സീറ്റുകളൊക്കെ ഇരുവശങ്ങളിലുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് പള്ളിയുടെ പുറകുവശം. അവിടെയായിട്ടാണ് കൊയർ നിൽക്കുക. ഇതാണ് ബസിലിക്കയുടെ ഡോം. ഏകദേശം 100 മീറ്റർ ഉയരമുള്ള ഈ ബസിലിക്കയുടെ ഡോം നമുക്ക് ദൂരത്തു നിന്ന് തന്നെ കാണാൻ പറ്റും. പിന്നെ നമ്മൾ ബസിലിക്കയുടെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പനോരമിക് വ്യൂ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ബസിലിക്കയുടെ എൻട്രൻസ് ഡോറിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് ഒരു ഡോറുണ്ട്. അവിടെ നിന്ന് ഈ ഡൗൺ സ്റ്റെയർസ് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് അണ്ടർഗ്രൗണ്ട് ക്രിപ്റ്റാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർദിനാൾമാരെയും ബിഷപ്പ് അതുപോലെ മറ്റു പ്രധാന മതനേതാക്കന്മാരെയൊക്കെ അടക്കം ചെയ്യുന്ന ഒരു സ്ഥലമാണത്. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറേ കല്ലറകൾ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇത് കാണണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് എൻട്രി ഫീ ഒക്കെ വരുന്നുണ്ട്. ഇവിടെ ഒരുപാട് കല്ലറകളുണ്ട്. കുറേ വഴികളുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ഏകദേശം ലഞ്ച് ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഓർഡർ ആക്കിയത് സ്പഗറ്റിയുടെ കാറിബോണാറിയും പിന്നെ ഏതോ ഒരു പിസ്സയാണ്, പിന്നെ കോക്കും ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് സെൻറ്റ് തോമസ് ഹില്ലാണ്. ഇതിൻ്റെ ടോപ്പിലായിട്ടൊരു ചാപ്പലൊക്കെ ഉണ്ട്. ആ ചാപ്പലും അവിടുത്തെ വ്യൂ ഒക്കെ കാണാനായിട്ടാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഒരു 10 മിനിറ്റ്സിൻ്റെ വോക്കാണ് നമുക്കുള്ളത്. നമുക്ക് നാഷണൽ ഫ്ലാഗൊക്കെ ഇവിടെ കാണാം. അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വ്യൂ ഉണ്ടെന്നാണ് കേട്ടേക്കുന്നത് റിവ്യൂസിലൊക്കെ. ഇപ്പം നമ്മൾ സെൻറ്റ് തോമസ് ഹില്ലിൻ്റെ മുകളിലാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കത്തീഡ്രലും ഒരു കാസിലൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ കയറി പോകുന്നത് ചാപ്പലിലേക്കാണ്. ഇവിടെ കാൽവരി സീനൊക്കെ കാണാൻ പറ്റും. 2 കള്ളന്മാരുടെ നടുവിൽ കിടക്കുന്ന യേശുവിനൊക്കെ. ഇതിന് തൊട്ട് പിറകിലുള്ളതാണ് ചാപ്പല്. ഈ ചാപ്പലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ the chapel itself is small but has a peaceful charm, and the real bonus thing is the view.
യു ക്യാൻ സീ ദ ബസിലിക്ക, ഡാനൂബ് ആൻഡ് ദ റൂഫ് ടോപ്പ് ഓഫ് ദ ടൗൺ ബിലോ. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ ഇറങ്ങി നടന്നപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സീനറി കിട്ടി. നമുക്ക് ഫിലിമിലൊക്കെ ഇങ്ങനെ കാണുന്ന ലൊക്കേഷനൊക്കെ പോലെ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇവിടെയൊക്കെ ഇരുന്ന് ഒന്ന് റെസ്റ്റൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത ലൊക്കേഷൻ കാണാനായിട്ട് പോയത്. നമ്മൾ അടുത്ത ലൊക്കേഷൻ വരുന്നത് ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ബ്രിഡ്ജാണ്, മരിയ വലേറിയ ബ്രിഡ്ജ്. അവിടേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ബ്യൂട്ടി എൻജോയ് ചെയ്യാനൊക്കെ വളരെ നല്ല രസമായിരുന്നു. നമ്മൾ ഓൺ ദ വേയിലുള്ള കുറച്ച് പൂക്കളൊക്കെയാണ്. അങ്ങനെ നമ്മൾ ബ്രിഡ്ജിലെത്തി. ഈ ബ്രിഡ്ജിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഹംഗറിയുടെ നോർത്തിൽ കിടക്കുന്ന സ്ലോവേക്കിയ ആയിട്ട് ബോർഡർ പങ്കിടുന്ന ഒരു ബ്രിഡ്ജാണിത്, മരിയ വലേറിയ ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജിന് 500 മീറ്റർ ലെങ്താണുള്ളത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്ലോവേക്കിയയുടെ നാഷണൽ ഫ്ലാഗും ബോർഡൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ബോർഡർ ലൈൻ. ഹംഗറിയുടെയും സ്ലോവേക്കിയയുടെയും തമ്മിലുള്ള ബോർഡർ ലൈനാണ് ഇവിടെ ബ്രിഡ്ജിന് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ സ്ലോവേക്കിയയിലേക്ക് കടന്നപ്പോൾ ഹംഗറിയുടെ ഫ്ലാഗും ഹംഗറിയുടെ ബോർഡൊക്കെ നമുക്ക് കാണാൻ പറ്റി. അങ്ങനെ നമ്മൾ ബ്രിഡ്ജ് കണ്ട് തിരിച്ച് നടക്കുന്ന വഴിക്ക് നമ്മളൊരു പള്ളിയൊക്കെ കണ്ടു. ഇവിടെ ധാരാളം പള്ളികളൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയുള്ള ഗൈസ്, ഞങ്ങളുടെ എസ്ട്രഗോമിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ തിരിച്ചു പോകാനായിട്ട് ഞങ്ങൾ ട്രെയിൻ സ്റ്റേഷനിൽ എത്തി. See you all, bye bye.